അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിലും ഭരണകൂടത്തിന്റെ ഉന്നത തലങ്ങളിലും വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. അമേരിക്കയുടെ അഭിമാന തന്ത്രപ്രധാന നാവിക വ്യൂഹങ്ങളിലൊന്നായ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ ഉടലെടുത്ത കടുത്ത പ്രതിസന്ധിയാണ് നിലവിലെ വിവാദങ്ങൾക്ക് ആധാരം. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിരോധ സെക്രട്ടറി പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളും വിവിധ സൈനിക ക്ഷേമ സംഘടനകളും അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചക് ഷൂമർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പീറ്റ് ഹെഗ്സത്തിനെ പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഉടനടി പുറത്താക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിമാനവാഹിനി കപ്പലിലെ ആയിരക്കണക്കിന് നാവികരുടെ ജീവനും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന സാഹചര്യമുണ്ടായിട്ടും പെന്റഗൺ നേതൃത്വം കൃത്യസമയത്ത് ഇടപെട്ടില്ലെന്ന് ഷൂമർ ആരോപിക്കുന്നുണ്ട്. രാജ്യത്തെ സേവിക്കുന്ന സൈനികരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത വ്യക്തിക്ക് പെന്റഗണിന്റെ അമരം മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹതയില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. USS എബ്രഹാം ലിങ്കൺ കപ്പലിൽ നിലനിൽക്കുന്ന ദാരുണമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടുത്തിടെ പുറത്തു വന്നത്. മാസങ്ങളായി തുടരുന്ന കടൽ പെട്രോളിംഗിനിടെ കപ്പലിൽ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഇതിനു പുറമെ കപ്പലിലെ മാലിന്യ സംസ്കരണവും പ്ലംബിംഗ് സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായതോടെ നാവികർ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. അതിസങ്കീർണമായ ജോലിഭാരവും മോശം ജീവിത സാഹചര്യങ്ങളും കപ്പലിലെ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കപ്പലിൽ മാനസിക സംഘർഷം മൂലം നാവികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായും ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനമോ ആശ്വാസ നടപടികളോ ലഭ്യമാക്കാൻ അധികാരികൾ തയ്യാറായില്ലെന്ന വിമർശനം കപ്പലിലെ നാവികരുടെ കുടുംബങ്ങളും ഉയർത്തുന്നുണ്ട്. കപ്പലിലെ സങ്കീർണമായ പ്ലംബിംഗ് തകരാറുകൾ കാരണം ശുചിമുറികൾ ഉപയോഗശൂന്യമാവുകയും ശുദ്ധജല വിതരണം തടസ്സപ്പെടുകയും ചെയ്തത് നാവികരുടെ നിത്യജീവിതത്തെ ദുരിതപൂർണമാക്കി. ആഴ്ചകളോളം കുളിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് നാവികർ ജോലി ചെയ്യുന്നത്. സമുദ്രമധ്യത്തിലെ കൊടും ചൂടിലും പ്രതികൂല കാലാവസ്ഥയിലും ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് സൈനികരുടെ ആത്മവീര്യത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ മുൻനിര പ്രതിരോധ വ്യൂഹത്തിൽപ്പെട്ട ഒരു വിമാനവാഹിനി കപ്പലിൽ ഇത്രയും ദാരുണമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത് പെന്റഗണിന്റെ ഭരണപരമായ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റുള്ള ഒരു രാജ്യം തങ്ങളുടെ സൈനികർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് ഈ വിവാദം വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. മുൻപ് പീറ്റ് ഹെഗ്സത്തിനെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭരണപരിചയമില്ലായ്മ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പുതിയ പ്രതിസന്ധിയോടെ ഹെഗ്സത്തിനെ സംരക്ഷിക്കുന്നത് ട്രംപിന് വലിയ രാഷ്ട്രീയ ബാധ്യതയായി മാറാൻ സാധ്യതയുണ്ട്. വിവാദങ്ങൾ കൊടുക്കുമ്പോഴും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. കപ്പലിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പെന്റഗൺ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഈ വിശദീകരണങ്ങൾ പ്രതിപക്ഷത്തെയോ പൊതുജനത്തെയോ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിട്ടില്ല. USS എബ്രഹാം ലിങ്കണിലെ നിലവിലെ സാഹചര്യം അമേരിക്കൻ നാവികസേനയുടെ തന്ത്രപ്രധാന പ്രവർത്തനങ്ങളെയും ബാധിക്കാനിടയുണ്ട്. പശ്ചിമേഷ്യയിലും ഇന്തോ പസഫിക് മേഖലയിലും വൻതോതിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രമുഖ വിമാനവാഹിനി കപ്പൽ ഇത്തരം ആഭ്യന്തര പ്രതിസന്ധിയിലായത് അമേരിക്കയുടെ സൈനിക സജ്ജീകരണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നാവികരുടെ കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും ജനപ്രതിനിധികൾ വഴിയും തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന സൈനികരോട് പെന്റഗൺ കാണിക്കുന്ന ഈ അനാസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. കപ്പൽ ഉടൻ തന്നെ അടുത്തുള്ള പോർട്ടിലേക്ക് അടുപ്പിക്കുകയും നാവികർക്ക് ആവശ്യമായ ചികിത്സയും വിശ്രമവും നൽകണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രഷണൽ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പെന്റഗൺ ഉദ്യോഗസ്ഥരെയും നാവികസേനാ മേധാവികളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് സഭയുടെ തീരുമാനം. അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം സഭയിൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
അമേരിക്കൻ സൈന്യത്തിനുള്ളിലെ തൊഴിൽ അന്തരീക്ഷവും സൈനികരുടെ മാനസികാരോഗ്യവും വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറാൻ ഈ സംഭവം കാരണമായി. മുൻപും US നാവികസേനയുടെ പല കപ്പലുകളിലും കടുത്ത ജോലിഭാരവും മോശം അന്തരീക്ഷവും കാരണം നാവികർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും കാര്യക്ഷമമായി തിരുത്തൽ നടപടികൾ ഉണ്ടായില്ല എന്നതിന്റെ തെളിവാണ് പുതിയ സംഭവങ്ങൾ. ഈ വിഷയം ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തെയും പ്രതിരോധ നയങ്ങളെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം സൈനികരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മറന്നു പോകുന്നു എന്ന വിമർശനം ശരിവെക്കുന്നതാണ് USS എബ്രഹാം ലിങ്കണിലെ അവസ്ഥ. വരും ദിവസങ്ങളിൽ പീറ്റ് ഹെഗ്സെറ്റിന് മേലുള്ള രാജ്യകാര്യത്തിലുള്ള സമ്മർദ്ദം വർദ്ധിക്കാനാണ് സാധ്യത. ട്രംപ് ഭരണകൂടത്തിലെ ആദ്യത്തെ പ്രധാന രാജിയിലേക്ക് ഈ വിവാദം വഴി തുറക്കുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. വൈറ്റ് ഹൌസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രതിരോധ വകുപ്പിന്റെ ഭാവി. USS എബ്രഹാം ലിങ്കൺ കപ്പലിലെ ദാരുണമായ സാഹചര്യങ്ങൾ പെന്റഗണിന്റെയും അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെയും കടുത്ത അനാസ്ഥ വെളിവാക്കുന്നതാണ്. നാവികരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാകുന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം.